അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മഹാനായ പ്രവാചകൻ ഒരു സഹാബി ഒരു അനുചരനെ സാധാരണ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ടായിരുന്നു, എങ്ങനെയുണ്ട്, സുഖമാണോ? നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണല്ലോ. അദ്ദേഹം സാധാരണ പറയും, വളരെ സന്തോഷമാണ് പ്രവാചകരെ, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, എല്ലാം റാഹത്താണ് എന്ന് പറയും. അള്ളാഹുവിൻ്റെ റസൂൽ പ്രതിവചിക്കും, ജഅലകല്ലാഹു ബി ഖൈരിൻ, അള്ളാഹു താങ്കൾക്ക് എല്ലാം അനുഗ്രഹമാക്കി തരട്ടെ, നന്നാക്കി തരട്ടെ, ഖൈറാക്കി തരട്ടെ എന്ന് പറയുകയും ദുആ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പ്രവാചകൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി. എല്ലാ ദിവസവും ചോദിക്കുന്ന പോലെ ചോദിച്ചു, എങ്ങനെയുണ്ട്, സുഖമല്ലേ, സുഖമാണോ? അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, തരക്കേടില്ല, അങ്ങനെ പോകുന്നു. അന്ന് പ്രവാചകൻ തിരിച്ച് ദുആ ഒന്നും ചെയ്തില്ല, മിണ്ടിയില്ല, മിണ്ടാതെ കടന്നുപോയി. അപ്പോൾ അയാൾ ചോദിച്ചു, യാ നബി അള്ളാഹുവിൻ്റെ പ്രവാചകരെ, സാധാരണ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയുമ്പോൾ അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ, നന്നായിരിക്കട്ടെ, ഖൈർ വർദ്ധിപ്പിച്ചു തരട്ടെ എന്നൊക്കെ താങ്കൾ പറയാറുണ്ടായിരുന്നല്ലോ. ഇന്നങ്ങ് ഒന്നും മിണ്ടിയില്ല, നിശബ്ദനായിട്ട് പോകുന്നു, എന്താണ് കാരണം? പ്രവാചകൻ പറഞ്ഞു, എല്ലാ ദിവസവും ഞാൻ ചോദിക്കുമ്പോൾ നീ പറയും അൽഹംദുലില്ലാഹ്, സുഖമാണ്, സന്തോഷമാണെന്ന് പറയും, അള്ളാഹു അത് ഏറ്റിത്തരട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയും ചെയ്യും. ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിനക്കൊരു സംശയം പോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ, നീ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ സംശയിക്കുന്നു, അതുകൊണ്ട് നിനക്ക് ദുആ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ പോയത് എന്ന് മഹാനായ പ്രവാചകൻ പറയുകയുണ്ടായി. ആർക്കെങ്കിലും ഈ സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റണം. കുഴപ്പമില്ല എന്നല്ല പറയേണ്ടത്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സ്തുതി. നന്മയായാലും തിന്മയായാലും അല്പം ബുദ്ധിമുട്ടായാലും എല്ലാം അള്ളാഹു അറിഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിന് സ്തുതി, ദൈവത്തിന് സ്തുതി, ഈ വാക്കാണ് പറയേണ്ടത്.